വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും മുൾക്കിരീടമണിഞ്ഞ് ചോരയേറ്റുന്ന മുഖമാണ് കുറെ കാലമായി മണിപ്പൂരിന്. 10 മാസമായി തുടരുന്ന ക്രിസ്ത്യൻ വംശഹത്യയിൽ ആകമാനം പിന്നിപ്പോയിരിക്കുന്നു മണിപ്പൂർ. മണിപ്പൂരിൽ നിന്നുള്ള വാർത്തകൾ ക്രിസ്തുമത വിശ്വാസികളിൽ മാത്രമല്ല, എല്ലാ മതനിരപേക്ഷവാദികളിലും ഞെട്ടലും രോഷവും ഉളവാക്കുന്നതാണ്. ദ മണിപ്പൂർ സ്റ്റോറി. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ വടക്കു കിഴക്കൻ മേഖലയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ക്രൈസ്തവ ഉന്മൂലന നടപടിയുടെ തുടർച്ചയാണ് മണിപ്പൂരിലെ വംശീയ കലാപവും. ഇംഫാൽ താഴ്വരയിലെ മെയ്ത്തികളിൽ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കോൺഗ്രസിലെ മുതിർന്ന നേതാവായ എൻ ബിരേൻ സിംഗിനെ 2016 അടർത്തി മാറ്റി BJP പണി തുടങ്ങി. പക്ഷേ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ BJPക്കായില്ല. കോൺഗ്രസിന് 28ഉം BJPക്ക് 21 സീറ്റുകൾ ലഭിച്ചു. കോൺഗ്രസിന്റെ പിടിപ്പുകേട് മുതലെടുത്ത് നാഗ പീപ്പിൾസ് ഫ്രണ്ടിനെയും നാഷണൽ പീപ്പിൾസ് പാർട്ടിയെയും ഒപ്പം ചേർത്ത് BJP സർക്കാർ രൂപീകരിച്ചു. ബീരൻ സിംഗ് മുഖ്യമന്ത്രിയായി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32 സീറ്റ് നേടി വീണ്ടും BJP അധികാരത്തിലെത്തി. കോൺഗ്രസ് 5 സീറ്റിൽ ഒതുങ്ങി. ഇതോടെയാണ് വളരെ വേഗത്തിൽ താഴ്വരയിൽ മെയ്ത്തി വികാരം ആളിക്കത്തിക്കാൻ BJP കരുനീക്കിയത്. കുക്കികൾ മ്യാൻമറിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കുന്നുകളിൽ വ്യാപകമായി കറുപ്പ് കൃഷി നടത്തി നാർക്കോ ടെററിസത്തിന് വഴിയൊരുക്കുകയാണെന്നും RSS മാതൃകയിൽ പ്രവർത്തിക്കുന്ന ആരംബായ് തെങ്കോൽ, മെയ്ത്തി ലിപൂൺ തീവ്ര സംഘടനകൾ പ്രചരിപ്പിച്ചു. ബിരേൻ സിംഗിന്റെ അടുത്ത അനുയായിയായ മെയ്ത്തി ലിപൂൺ തലവൻ പ്രമോദ് സിംഗ് കുക്കികളെ ഉന്മൂലനം ചെയ്യുകയാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു. ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കുകയായിരുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യം. കുക്കി സംഘടനകളുമായി പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് BJP സർക്കാർ ഏകപക്ഷീയമായി പിൻവാങ്ങി. ഒപ്പം തീവ്ര മെയ്ത്തി സംഘടനകളുടെ പ്രവർത്തകർക്ക് തോക്ക് ലൈസൻസ് വ്യാപകമായി അനുവദിച്ചു. ഇവർ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് ആയുധങ്ങൾ കവർന്നു. ഇതിനെല്ലാം സംസ്ഥാന സർക്കാരിന്റെ മൗനാനുവാദവും ഉണ്ടായി. ജില്ലാ അതിർത്തി പുനർനിർണയിച്ച് കുക്കി മേഖലകളെ മെയ്ത്തി ജില്ലകളിൽ ഉൾപ്പെടുത്തി. സംരക്ഷിത വനസർവേയുടെ മറവിൽ കുക്കി ഗ്രാമങ്ങൾ നഷ്ടപരിഹാരം നൽകാതെ കുടിയൊഴിപ്പിച്ചു. മെയ്ത്തികളെ ST പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2023 മാർച്ച് 27 ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. മെയ് 17 സുപ്രീം കോടതി ഈ ഉത്തരവ് തള്ളിയെങ്കിലും കലാപം പടർന്നു. സായുധരായ മെയ്ത്തി ലിപൂൺ, ആരംബായ് തെങ്കോൽ പ്രവർത്തകർ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. പള്ളികൾ തകർത്തു. ഇംഫാലിലെ ബിഷപ്പ് ഹൗസ് ആക്രമിക്കുന്ന നിലയിലെത്തി. കത്തോലിക്ക സഭയ്ക്ക് മാത്രം 50 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. താഴ്വരയിലെ 16 കത്തോലിക്ക പള്ളികൾ പൂർണ്ണമായും തകർത്തു. കലാപത്തിന്റെ ആദ്യ 36 മണിക്കൂറിൽ 250ഓളം പള്ളികൾ തകർത്തു. മെയ്ത്തി ക്രൈസ്തവരുടെ 250 പള്ളികളടക്കം 600-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു. പള്ളികളോട് ചേർന്നുള്ള പല സ്കൂളുകളും പൂർണ്ണമായും തകർത്തു. സാധന സാമഗ്രികൾ കൊള്ളയടിച്ചു. ആയിരക്കണക്കിന് പേരുടെ വിദ്യാഭ്യാസം മുടങ്ങി. 11 മാസത്തിനിടെ സംഘപരിവാറിന്റെ ആസൂത്രിത കലാപത്തിൽ മരിച്ചത് 220 പേരാണ്. 1100 പേർക്ക് പരിക്കേറ്റു. 4786 വീടുകൾക്ക് തീയിട്ടു. 386 പള്ളികൾ തകർത്തു. 65,000 പേർ പലായനം ചെയ്തു. 100 കണക്കിന് ഗ്രാമങ്ങൾ നാമാവശേഷമായി. 60,000 കുട്ടികളുടെ പഠനം നിലച്ചു. 9,332 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ 206 FIRകൾ രജിസ്റ്റർ ചെയ്തു. 27 ഗോത്ര വനിതകൾ കൊല്ലപ്പെട്ടു. നിരവധി പേർ മാനഭംഗത്തിനിരയായി. ഇതിലെല്ലാമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് വെറും 325 പേർ മാത്രം. മെയ്ത്തി തീവ്ര സംഘടനകളുടെ രക്ഷാധികാരിയായ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റാതെ സംഘർഷം തീരില്ല എന്ന് ഇടതുപക്ഷം ആദ്യമേ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ബിരേൻ സിംഗ് ഭരണം തുടരുന്നതിനാൽ കുക്കികൾക്കൊപ്പം ക്രൈസ്തവർക്കും നീതി അന്യമായി. ഭൂപടത്തിലുള്ള രാജ്യങ്ങളെല്ലാം സന്ദർശിക്കണമെന്ന വാശിയോടെ ഉലകം ചുറ്റുന്ന പ്രധാനമന്ത്രിക്ക് വർഗീയ സംഘർഷങ്ങളിൽ തകർന്നുപോയ മണിപ്പൂർ സന്ദർശിക്കാൻ മാത്രം നേരമില്ല. 200-ലേറെ പേർ കൊല്ലപ്പെട്ട, ലക്ഷങ്ങൾ അഭയാർത്ഥികളായ സംഘർഷത്തിലേക്ക് മണിപ്പൂർ ഇടറി വീണ് മാസം 11 നരേന്ദ്രമോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേരളത്തിൽ അടക്കം വന്ന് അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിൽ പോയി മേനി പറയാൻ ആത്മധൈര്യമില്ല. മെയ്ത്തികൾ അധിവസിക്കുന്ന താഴ്വരയും കുക്കികൾ കൂടുതലുള്ള കുന്നുകളും അതിരിടുന്ന മേഖലകൾ ഇപ്പോഴും സംഘർഷഭരിതമാണ്. രക്തം ഉറഞ്ഞു പോകുന്ന ക്രൂരത, നിശബ്ദമായ നിലവിളികൾ. പ്രിയപ്പെട്ടതെല്ലാം കൈവിട്ടു പോകുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് മണിപ്പൂരിലെ മനുഷ്യർ. അവർ അനുഭവിച്ച ജീവിതം നമുക്ക് ഒരു മുന്നറിയിപ്പാണ്.